ഷാനവാസിനെ എല്ലാവർക്കും അറിയുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഷാനവാസ്. ഷാനവാസ് വരെ ലാലേട്ടന്റെ മുമ്പിൽ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, ഇത്രയും സെലിബ്രിറ്റീസ് ഈ ബിഗ് ബോസിൽ ഉണ്ടായിട്ടും ഈ ഒരാളുടെ പിറകെ നടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്, ഇത്രയും സെലിബ്രിറ്റീസിന് വരെ. അത് അനീഷിന്റെ കഴിവാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയും ഡ്രാസ്റ്റിക് ചേഞ്ചസ് വന്ന അനീഷ് തന്നെയാണ് ഇതിന് ഡിസേർവ്. അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ അനീഷ് ആദ്യത്തെ 2-3 ആഴ്ചകൾ അഭിനയിക്കുമായിരുന്നു? അഭിനയിക്കുകയാണെന്ന് പറഞ്ഞില്ല ഷിബിൻ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമുക്ക് ക്യാരക്ടറിൽ മാറ്റങ്ങൾ വരും. ക്യാരക്ടറിൽ ഒരിക്കലും ഒരു മനുഷ്യന് മാറ്റം വരരുതെന്ന് ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റേണ്ട ആവശ്യമുണ്ടോ? അതെന്താ ആൾക്ക് തോന്നിയതുകൊണ്ട് മാറ്റിയതാണ്. അതെന്താ എന്താണ്? അല്ല, അങ്ങനെയുള്ള ഒരു വലിയ ചേഞ്ച് എന്താണ്? വലിയ ചേഞ്ച് എനിക്ക് തോന്നിയത് ഞാനിപ്പോ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് കേൾക്കാതെ എന്താ? ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അത് വലിയ ചേഞ്ച് തന്നെയാണ് ഷെബിൻ. മനുഷ്യന്മാർക്കൊക്കെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരണം. ഈ അനീഷ് എന്ന് പറയുന്ന ആള് കുറെയൊക്കെ ലൈഫിൽ മേ ബി കുറെ ട്രോമാസ് ഉണ്ടായിട്ടുള്ള ഒരാളായിരിക്കും. ആളുകളോട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല. ആളെ ഒറ്റയാനെ പോലെ നടന്നതാണ്. ആൾക്ക് ഹാപ്പി ആയിട്ട് സംസാരിക്കാൻ ഗെയിം സ്ട്രാറ്റജി ആണെന്ന് ഞാൻ പറഞ്ഞാൽ, ഗെയിം സ്ട്രാറ്റജി ആയിക്കോട്ടെ. ഈ ഒറ്റയാൻ സ്ട്രാറ്റജി ആദ്യമായിട്ട് ബിഗ് ബോസിൽ നടത്തി വിജയിപ്പിച്ച ആളാണ് രജിത് കുമാർ. ഈ 6 സീസണും അരച്ച് കലക്കി കുടിച്ച് പഠിച്ചിട്ട് വന്ന ആളാണ് ഈ അനീഷ്. അനീഷ് എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് 5 വർഷം സർക്കാർ ജോലി പോലും ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു വ്യക്തിയാണ് ഈ അനീഷ്.